ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷം അവർ വിവാഹിതരാകുന്നു. പിന്നീട് അവർക്ക് കുട്ടിയാവുന്നു. അങ്ങനെ 5 വർഷങ്ങൾ കഴിയുമ്പോൾ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊല്ലുന്നു. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ മയക്കുമരുന്ന് ലഹരിയിൽ ഭർത്താവ് നടത്തിയ ആക്രമണത്തിൽ ഭാര്യ മരിച്ചു. ഭാര്യ മാതാവിനും പിതാവിനും വെട്ടേറ്റു. ഈങ്ങാപ്പുഴ സ്വദേശി യാസിറാണ് ആക്രമിച്ചത്. യാസിറിന്റെ ഭാര്യ ഷിബിലയാണ് കൊല്ലപ്പെട്ടത്. താമരശ്ശേരി ഈങ്ങാപ്പുഴയിൽ യാസിർ എന്ന യുവാവ് ഷിബില എന്ന പെൺകുട്ടിയെ വെട്ടിക്കൊന്നു. കൂട്ടത്തിൽ ഷിബിലയുടെ വാപ്പാനെയും ഉമ്മായും വെട്ടി. വാപ്പ സീരിയസ് ആയിട്ട് ICUവിലാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ഒരു അപകടത്തിൽ യാസിർ മയക്കുമരുന്നിന് അടിമയാണ്. അത് മയക്കുമരുന്നാണ് എല്ലാത്തിൻ്റെയും ഒരു മോട്ടീവ്. ഒരുപക്ഷെ കൊലപാതക സമയത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ലായിരിക്കാം, പക്ഷേ പലപ്പോഴായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇവരുടെ ബന്ധം വഷളായത് ആ ഒരു കാരണം കൊണ്ടാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷെ ഇവൻ അന്നും ഈ മയക്കുമരുന്നിൻ്റെ ആളാണ്. അപ്പം ഇവൻ്റെ പീഡനങ്ങളുണ്ട്. പക്ഷെ കുട്ടിക്ക് പറയാൻ മേല. കാരണം മാതാപിതാക്കളെ അനുമതിയില്ലാതെ ഇവിടുന്ന് പോയ കുട്ടിയാണല്ലോ. വീട്ടിൽ പരാതി പറയാൻ കഴിയാത്ത ഒരു വിഷമം കുട്ടിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഫെബ്രുവരി 28-ന് പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് യാതൊരുവിധ നടപടികൾ എടുത്തില്ല. കാരണം ഇവർ താമസിച്ചിരുന്ന വാടക വീട്ടിലായിരുന്നു ഷിബിലയുടെ ഡ്രസ്സും മറ്റ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം. അത് തിരിച്ചു വേണമെന്നതും കൂടെ ആയിരുന്നു മറ്റൊരു ആവശ്യം. പോലീസ് അതിലൊരു നടപടി എടുത്തില്ല എന്ന് പറയുന്നു. മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെ ഭാഗമായി നാട്ടിൽ ഇത്യാദി പ്രശ്നങ്ങൾ നടക്കുമ്പോൾ, ഒരു കൊലപാതകങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന സമയത്ത് പോലീസ് ഇതുപോലെ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയെക്കുറിച്ച് പരാതി ലഭിച്ചിട്ട് പോലും ഇങ്ങനെ ഇടപെടാതെ ഇരുന്നപ്പോൾ എന്താ ചെയ്യാലേ? അപ്പൊ പിന്നെ നമ്മളൊക്കെ ആരോടാ പറയാം. വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാന ഒരു പരാതി കഴിഞ്ഞ 28-ാം തീയതി താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തൊരു പരാതി, അതിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവൾക്ക് ജീവിച്ചു പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിലും കുട്ടി ഒരു സെറ്റ് ഡ്രസ്സാണ് ഈ കുഞ്ഞനും ഈ കുട്ടിയും എടുത്തിട്ടുള്ളത്. പോലീസിനോട് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് ഇവനെ വിളിച്ചിരുത്തി കുട്ടികൾക്ക് ഡ്രസ്സ് കൊടുക്കണം, റംസാനെങ്കിൽ വാങ്ങി കൊടുക്കണം. പോലീസ് അറിയുന്നത് അവൻ വാങ്ങിയ ഡ്രസ്സല്ലേ, അവന് കൊടുക്കട്ടെ എന്നുള്ള നിലപാടാണ്. അങ്ങനെയാണ് PROനോട് സംസാരിച്ചത്. നോമ്പ് തുറന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യാസിർ പിറകിൽ കൂടെ വന്ന് ഷിബിലിയെ കുത്തിക്കൊന്നത്. ഒരുപക്ഷെ പോലീസ് ഇടപെട്ടിരുന്നെങ്കിൽ അന്ന് ഫെബ്രുവരി 28-ന് ശേഷം ഇന്നേക്ക് ഏകദേശം 20 ദിവസത്തോളം പോലീസ് ഇടപെട്ടിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അവരുടെ കുട്ടി അനാഥാവില്ലായിരുന്നു.